എന്നെ അറിയുമോ? എല്ലാവർക്കും കവി സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനൊരു റിംഗ് ലൈറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുള്ള എൻ്റെ ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് 2 മാങ്ങയുണ്ട്, പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റിലൂടെ വേണം നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ കറക്റ്റുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയുന്നതും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ നമ്മളുടെ ആ കമൻറ്റിലൂടെ മാത്രമാണ്. അപ്പം കമൻറ്റൊന്നും നമുക്ക് വരാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പം ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പം ആരും ലൈക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, ഒരു വ്യത്യസ്തത തോന്നാത്തത് കൊണ്ടായിരിക്കാം. എന്തു തന്നെ ആയാലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പച്ചമാങ്ങ അച്ചാറിലേക്ക് സ്വാഗതം. നമ്മൾ അച്ചാറിടാനുള്ള മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ശകലം വെളുത്തുള്ളി, ഇഞ്ചി. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ചൂടാകുമ്പോൾ ഇതിനകത്തോട്ട് ശകലം കായം മുറിച്ചിടണം. അപ്പോൾ ഈ കായം ഞാൻ മുറിച്ചിട്ടതല്ല, ഞാൻ എൻ്റെ കൈ വെച്ച് മുറിച്ചതാണ്. അപ്പോൾ മുറിച്ചപ്പം തന്നെ വന്ന് ഈ പാത്രത്തിൽ വീണതാണ് ഈ പാത്രത്തിൽ. ഞാൻ മുറിച്ചിടുന്നതിനേക്കാൾ വേഗത്തിൽ വന്നത് പാത്രത്തിൽ വന്ന് അതിനറിയാം അതിനകത്ത് വന്ന് വീഴാനുള്ളതാണ്. അപ്പോൾ ഇത് ചെറിയ ചൂടി വേണം ഇത് വറുത്തെടുക്കാൻ. ഈ കായം നമ്മൾ ഒത്തിരി തീയിലിട്ട് വറക്കുവാണെങ്കിൽ ഇതിന് ഉള്ളു വേവത്തില്ല ഈ കായത്തിൻ്റെ. അപ്പോൾ ഇത് നല്ലതായിട്ടിങ്ങനെ ഈ കായം ഒന്ന് വറുത്തെടുത്ത് മാറ്റണം. അപ്പോൾ ഈ കായം മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കായം മൂത്തതെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചതല്ല, മുഴുവനായിട്ടുള്ളത്. പിന്നെ കായം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് ഉലുവ ഇടാം. ഉലുവയും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ഇടാം. തീ കുറച്ച് വേണം നമുക്ക് ചെയ്യാൻ, ഇല്ലെന്നുണ്ട് ഇതെല്ലാം കരിഞ്ഞു പോകും. ഒരു ശകലം വെള്ളം ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ശകലം ഇടണം.
അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പം നമുക്ക് കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കല്ലുപ്പയിൽ ഇച്ചിരി ചാലിച്ച് മിക്സ് ചെയ്യണം. നമുക്ക് എടുത്തു വച്ചേക്കുന്ന മാങ്ങ ഇടാം. പൊടിച്ച് വെച്ച കായപ്പൊടി ഇടണം. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്യണം. ഇനി ഇതിട്ട് ഒത്തിരി ചൂടാക്കണ്ട. ഈ ഉള്ള ചൂടിൽ നിന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇത് സൂം ചെയ്യുന്നതിനനുസരിച്ച് കളർ വ്യത്യാസം തോന്നുന്നുണ്ട്. ശരിക്കും നല്ല റെഡ് കളറ്, നല്ല സൂപ്പർ കളറാണ് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളറ് മാറി വരുന്നുണ്ട്. അതെൻ്റെ ഫോണിൽ സൂം ചെയ്യുമ്പം മാറുന്നതാണ്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. അടിപൊളി ടേസ്റ്റ്. സ്വന്തമായിട്ടുണ്ടാക്കി പുകഴ്ത്തി പറയുന്നതല്ല, ശരിക്കും അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അടച്ച് വെച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കുപ്പിയിലേക്ക് മാറ്റാം. വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.